ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് ഈ അടുത്ത കാലത്ത് വിരമിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണെന്ന് ശത്രുക്കൾ പോലും പറയുന്ന അദ്ദേഹത്തിൻ്റെ വിധി നിർണയങ്ങളിൽ തുല്യതയും മാന്യതയും കാത്തുസൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഭാരതത്തിലെ ബഹുഭൂരിപക്ഷവും ശത്രുക്കൾ പോലും വിശ്വസിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. അദ്ദേഹം വിരമിക്കുന്ന കാലയളവിൽ ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം പ്രസ്താവിച്ച ഒരു വിധിയാണ് ഇപ്പോൾ വളരെ ക്രൂഷ്യലായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം. 1991 നരസിംഹറാവുവിൻ്റെ മന്ത്രിസഭ ആ ഒരു കോൺഗ്രസ് പാർട്ടിയുടെ കാലഘട്ടത്തിൽ ആരാധനാലയങ്ങളുടെ പ്രൊട്ടക്ഷനെ കുറിച്ച് ഉള്ളൊരു വിധി ഉണ്ടായിരുന്നു. അത് പ്രകാരം 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള സ്റ്റാറ്റസ് കോയും അതോടൊപ്പം തന്നെ തൽസ്ഥിതിയിലുള്ള ആ ഒരു ക്ഷേത്രാണെങ്കിൽ ക്ഷേത്രം അല്ലെങ്കിൽ മസ്ജിദ് പള്ളികളൊക്കെ സംരക്ഷിക്കപ്പെടണം എന്ന് 91 ഒരു വിധി ഉണ്ടായിരുന്നു. അതിൻ്റെ അന്നാളിലാണ് നമുക്കറിയാം 91 ആ കാലഘട്ടങ്ങളിലാണ് ബാബറി മസ്ജിദ് പൊളിക്കുക, അങ്ങനെ വേറെ അവിടെ ഒരു ഇത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വിധി എന്ന് പറയുന്നത് ഒരു കോൺഗ്രസിൻ്റെതായ നയങ്ങളിൽ കോടതിയിൽ നിന്നാണ് വിധി വന്നതെങ്കിലും അതാത് കാലഘട്ടങ്ങളിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്റുകൾക്ക് കോടതികളുടെ മേലെ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. കാരണം ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു വിധി വന്നത് 91 അങ്ങനെ ഒരു വിധി വന്നത് ഒരു ന്യൂനപക്ഷത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും കോൺഗ്രസ് പാർട്ടിയെ അതിനുവേണ്ടി ഉപയോഗിച്ചു എന്ന് വേണം അനുമാനിക്കാനായിട്ട്. എന്നാൽ DY ചന്ദ്രചൂഡ് ഈ കാലഘട്ടത്തിൽ 2024 കാലഘട്ടത്തിൽ വിരമിക്കുമ്പോൾ പറഞ്ഞു ആ ഒരു ഇതിൻ്റെ ആവശ്യമില്ല എന്ന്. 91 അസാധുവാക്കുന്ന രീതിയിലുള്ള ഒരു വിധിയാണ് ചന്ദ്രചൂഡ് പ്രസ്താവിച്ചത്. ആ ജസ്റ്റിസ് ചന്ദ്രചൂഡിൻ്റെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഗ്യാൻ വാപ്പി ശിവക്ഷേത്ര വിഷയം, UP സംബാൽ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പൊന്തി വരുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു വിധി വന്നതിനെ വളരെ രൂക്ഷമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അനുകൂലികൾ രൂക്ഷമായിട്ട് ആണ് ഒരു വിഭാഗം അദ്ദേഹത്തെ വിമർശിക്കുന്നത്, ചന്ദ്രചൂഡിനെ വിമർശിക്കുന്നത്. ഈ ഒരു വിധിയുടെ അടിസ്ഥാനത്തിൽ വളരെയധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട് അദ്ദേഹം. നമ്മൾ ഇനി ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്, ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ അനിൽ മുഹമ്മദിന് പോലെയുള്ള ചില വ്യക്തികളൊക്കെ വന്നിട്ട് എന്തിനാ ആഴത്തിൽ കുഴിക്കുന്നത്, അത് നല്ലതല്ലല്ലോ, ശരിയല്ലല്ലോ എന്ന്. അപ്പം ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, ഒരു കാലത്ത് നിങ്ങൾക്ക് ശക്തി ഉണ്ടായിരുന്നപ്പോ നിങ്ങൾ പിടിച്ചടക്കി, മറുപക്ഷത്തിന് ശക്തി വന്ന കാലഘട്ടത്തിൽ അവർ പിടിച്ചടക്കുന്നു. അതാണ് സംഭവിക്കുന്നത്. കാരണം ഇപ്പൊ ഒരു ചന്ദ്രചൂഡിന്റെ വിധി എന്ന് പറയുന്നത് അവിടെ തെരഞ്ഞു നോക്കാനും സർവേകൾ നടത്താനും അങ്ങനെ ബലപ്രയോഗത്തിലൂടെ എന്തെങ്കിലും ആരാധനാലയങ്ങൾ നേടിയെടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചന്ദ്രചൂഡ് ചകഞ്ഞു നോക്കണം എന്ന് വിധി പ്രസ്താവം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു കാലത്ത് ഒരു നയവും മറ്റു കാലത്ത് വേറെ നയവും എന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ളൊരു ഇതല്ലല്ലോ. അതിനെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ബഹുഭൂരിപക്ഷം ഇന്ത്യൻ ജനത രാഷ്ട്രീയ മതങ്ങൾക്ക് അതീതമായിട്ട് അനുകൂലിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തന്നെയല്ല ഇതിൻ്റെ ഒരു ആഗോള ടെൻഡൻസി എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ തല്ലിത്തകർത്തതും നശിപ്പിച്ചതുമായിട്ടുള്ള ഇതാണ്. ഇന്ന് നിങ്ങൾക്ക് അതിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി നിങ്ങൾ എരവാദം, അത് നമ്മൾ കാലാകാലങ്ങളായിട്ട് ചെയ്യുന്നതാണ്. അക്രമം അഴിച്ചുവിടുക, അതിനുശേഷം എരവാദം, അയ്യോ അങ്ങനെ ചെയ്യല്ലേ, അത് ജനാധിപത്യവും മതേതരത്വവും സ്നേഹവും ഒക്കെ നിങ്ങൾ അതിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവരും. എന്നാൽ അവസരം കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടും ഇന്ത്യൻ ജനതയ്ക്കും അന്താരാഷ്ട്ര തലത്തിലുള്ള എല്ലാ രാഷ്ട്രങ്ങളിലുള്ളവർക്കും വ്യക്തമായിട്ടും നിങ്ങൾ ചരിത്രത്തിൽ നിന്നും കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുക എന്നുള്ളത്.
ഈ കോൺഗ്രസ് പാർട്ടിയെ ഒരു പക്ഷേ നിങ്ങൾക്ക് സ്വാധീനിച്ചിട്ട് ഇങ്ങനെയുള്ള വിധികളൊക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടാകും. എന്നാൽ ആ വിധി 91 വിധി, സുപ്രീം കോടതി വിധിയെ നിങ്ങൾക്ക് മാനിക്കാമെങ്കിൽ എന്തുകൊണ്ട് അതേ സുപ്രീം കോടതിയിൽ നിന്നും നിങ്ങൾ തന്നെ ബഹുമാന്യൻ എന്ന് പറഞ്ഞ ചന്ദ്രചൂഡിൽ നിന്നുണ്ടായ വിധിയെ നിങ്ങൾ വിമർശിക്കുന്നു? അദ്ദേഹം പറഞ്ഞത് തിരഞ്ഞു നോക്കട്ടെ, ഇത് ശാസ്ത്രമല്ലേ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, അതുമല്ലെങ്കിൽ ചരിത്രം, ഹിസ്റ്ററി പഠിക്കുന്നവര് അവര് ചകഞ്ഞു നോക്കട്ടെ. പലപ്പോഴും പലതും മണ്ണിനടിയിൽ കിടക്കുന്നുണ്ട്. അത് ചകഞ്ഞു നോക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്തിനാണ് ഇതിനെ ബേജാറാകേണ്ട ആവശ്യമില്ല. കാരണം ന്യായം നടപ്പാവട്ടെ. കോടതികളും ഇത് മറ്റ് രാജ്യങ്ങളിലെ പോലെ ഒരു കോടതിയുമില്ല, ഒന്നുമില്ല. നിങ്ങളിപ്പോ മധ്യപൂർവേഷ്യ എടുക്കണമെങ്കിൽ കോടതിയിൽ ഒന്നുമില്ല. അവിടുത്തെ മതത്തിന്റെ സംവിധാനം പറയുന്നു അത് നമ്മുടെ, ഇത് നമ്മുടെ എന്ന് പറയുന്നു, അവർ ഏറ്റെടുക്കുന്നു. ഇവിടെ ഇത്രം ശക്തമായ ഇന്ത്യ പോലെയുള്ള ജനാധിപത്യം നിങ്ങൾക്ക് വേറെ എവിടെ കാണാൻ സാധിക്കും? മാന്യമായ രീതിയിൽ ഇപ്പൊ ഈ മോഡിയോ അമിത്ഷായോ വന്നിട്ട് ഇത് ഞങ്ങളുടെ എന്ന് പറയുന്നില്ല. കോടതികളിൽ അനാലിസിസ് ചെയ്ത് വിധി നിർണയങ്ങൾ കൊണ്ടുവരുന്നതാണ്. അത് നമ്മുടെ ജനാധിപത്യത്തെയും ഇന്ത്യ എന്ന മഹാരാജ്യത്തെയും വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഉപകരിക്കുകയേ ഉള്ളൂ. അപ്പം DY ചന്ദ്രചൂഡ് ചെയ്ത കാര്യം, ആ വിധി പ്രസ്താവം അദ്ദേഹം ഇറങ്ങിപ്പോകുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിന്റെ ആ വിധി പ്രസ്താവം വളരെ അധികം നല്ലൊരു കാര്യമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആഗോള ട്രെൻഡാണ്. കാരണം ഇത് ചില സമുദായങ്ങൾ വെട്ടിപ്പിടിച്ചതിനൊക്കെ തിരിച്ചു പിടിക്കുന്ന ഒരു കാലഘട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കോടതികളുടെ വിധികൾ പ്രകാരം അത് മുന്നോട്ട് പോകട്ടെ എന്ന് വേണം നമ്മൾ ആശംസിക്കാനായിട്ട്.